ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആക്സഞ്ചറിൻ്റെ സെലക്ഷൻ പ്രോസസ്, പ്രിപ്പറേഷൻ എന്നതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ എങ്ങനെയായിരുന്നു ആക്സഞ്ചർ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കണേ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ എത്ര പേർക്ക് ഇത് അറിയില്ല, ആക്സഞ്ചർ 14 ദിവസം നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ അക്കോമഡേഷൻ്റെ എല്ലാ ചിലവും കമ്പനിയാണ് പേ ചെയ്യുക. സോ ഇതെനിക്ക് നല്ലൊരു കാര്യമായി തോന്നി. കാരണം ചിലപ്പോൾ നമ്മൾ 3 പ്രിഫേർഡ് ലൊക്കേഷൻസ് ആണ് കൊടുക്കാറ്. ഈ 3 പ്രിഫേർഡ് ലൊക്കേഷൻസിൽ നമുക്ക് ബേസ് ലൊക്കേഷൻ കിട്ടാനും ചില സമയങ്ങളിൽ ഇതിന്ന് മാറിയിട്ട് ഏതെങ്കിലും ലൊക്കേഷന് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സ്ഥലമൊക്കെ ആകുമ്പോൾ 14 ദിവസത്തെ ഈ സ്റ്റേയിൽ നിന്നുകൊണ്ട് നമുക്ക് വേറെ PGയോ ഫ്ലാറ്റോ കാര്യങ്ങളോ കണ്ടുപിടിക്കാനുള്ളൊരു സമയം കിട്ടും. നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇത് മിക്കതും നമ്മുടെ ഓൺ ബോർഡിങ് ഡേ എന്നാണോ അതിൻ്റെ തലേ ദിവസം ഒരു ടൈമിലായിരിക്കും നമുക്കവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടി വരിക. ആ ബേസ് ലൊക്കേഷനിൽ നല്ലൊരു ഹോട്ടലിൽ തന്നെയായിരിക്കും ആക്സഞ്ചർ നമുക്ക് അക്കോമഡേഷൻ തരിക. ഞാൻ സ്റ്റേ ചെയ്തത് നമ്മുടെ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുള്ള ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ്. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട്, പറ്റുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മൾ ഓൺ ബോർഡിങ്ങിൻ്റെ തലേ ദിവസം ചെക്ക് ഇൻ ചെയ്യണു. അതിന് ശേഷം നമ്മുടെ ഡേ 1 ബാംഗ്ലൂർ താജ് ഹോട്ടലിലായിരുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിലായിരിക്കും അടുത്ത ദിവസം. നമുക്ക് മെയിനായിട്ടുള്ള കാര്യം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ്. നമ്മളിവിടെ വരുന്നതിന് മുന്നേ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. ഏതെല്ലാം ഫോംസ് വേണം, എന്തെല്ലാം നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ മീറ്റിംഗ്സ് ആയിട്ടും മെയിൽസ് ആയിട്ടും നമുക്ക് ഇൻഡിമേഷൻ കിട്ടും. സോ ഈ എല്ലാ ഫോമുകളും നമ്മുടെ കയ്യിലുണ്ടാവണം. പോരാഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാൻ കാർഡിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ പാൻ കാർഡല്ല, പാൻ കാർഡിൻ്റെ ഒറിജിനൽ നമ്മുടെ സൈൻ എല്ലാം ഉള്ള പ്രോപ്പർ പാൻ കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ പാൻ ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇൻ കേസ് നമ്മളത് കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോയി എന്ന് തന്നെ പറയാം. ചിലപ്പോൾ അത് തിരിച്ചുവിടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ കോപ്പീസും എത്രയാണ് വേണ്ടത് എന്നതൊക്കെ നമുക്ക് പല മീറ്റിങ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, മെയിലുകളിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. കുറച്ച് എക്സ്ട്രാ കോപ്പീസ് കയ്യിലുണ്ടെങ്കിലും നല്ലതാണത്. അപ്പോൾ ഇതെല്ലാം കയ്യിലിരുന്നോട്ടെ. അതാണ് ഡേ 1 മെയിൻ ആയിട്ടുള്ള കാര്യം, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻസും കാര്യങ്ങളും. അതും പോരാഞ്ഞ് നമ്മുടെ HR നമ്മുടെ അടുത്ത് സംസാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഡേയിൽ. പോരാഞ്ഞ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു 7:30 രാവിലത്തെ സെഷനായിരുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്നായിരുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് നമ്മൾ അവിടെ നിന്നായിരിക്കും. ചിലപ്പോൾ ഉച്ചയ്ക്കുള്ളവർക്ക് അപ്പോൾ ലഞ്ചൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെ ഇനി ഡേ 2 വരുമ്പോൾ അസറ്റ് കളക്ഷനാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം. അസറ്റ് കളക്ഷൻ പറയുമ്പോൾ ലാപ്ടോപ്പ്, ഹെഡ്സെറ്റ്, ചാർജർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലൊക്കേഷനാണോ നമുക്ക് മെയിലിൽ പറയുന്നത് അവിടെ ചെന്നിട്ട്, അതായത് ഇപ്പോൾ ബാംഗ്ലൂർ പല ഓഫീസ് ലൊക്കേഷൻസ് ഉണ്ട്. കോരമംഗലുണ്ട്, ബെല്ലന്തൂരുണ്ട്, വൈറ്റ് ഫീൽഡിലുണ്ട്. സോ ഇത് എവിടെയാണ് കറക്റ്റ് എന്ന് അത് കാണിച്ചിട്ടുണ്ടാവും മെയിലിൽ. അവിടെ ചെന്ന് നമ്മൾ അസറ്റ് കളക്ഷന് ചെല്ലുക, സംഭവം വാങ്ങുക. പോരാഞ്ഞ് അതിൽ എന്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസും എല്ലാം അവർ പറയും. നമ്മളത് കറക്റ്റായി ഫോളോ ചെയ്യുക, എന്തെല്ലാം ചെയ്യാണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഓഫീസിൽ നിന്ന് തിരിച്ചു വരിക. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എല്ലാ സ്റ്റെപ്സും കറക്റ്റായി ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഓഫീസെല്ലാം കാണാൻ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ID കാർഡ് കാര്യങ്ങൾ, ഒരു ടെമ്പററി ID ആണ് ആദ്യം ഉണ്ടാവുക. ടെമ്പററി ID എല്ലാം നമുക്ക് തരും. സോ
ഇൻ കേസ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഓഫീസ് ലൊക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ അതായിരുന്നു ഡേ 2. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു ലൊക്കേഷനിൽ നമുക്ക് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോവേണ്ടി വരും. അത് ചിലപ്പോൾ സ്വിച്ച് ചെയ്യേണ്ടി വരാം. കുറേ ഓഫീസുകൾ ഇല്ലാത്തതാകുമ്പോൾ നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യേണ്ടി ഒന്നും വരില്ല. ബാംഗ്ലൂർ നമുക്ക് കുറേ ലൊക്കേഷൻസ് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ട്രെയിനിങ്സ് ഉള്ളിടത്താവണമെന്നില്ല. ഇതെല്ലാം ട്രെയിനിങ്സ് എല്ലാം കഴിഞ്ഞ് പ്രോജക്റ്റിൽ കിട്ടിയാൽ ഉണ്ടാവണത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ എൻ്റെ ട്രെയിനിങ്സും പ്രോജക്റ്റും ഒക്കെ ഒരു സ്ഥലത്തായിരുന്നു. ഇതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ അതാണ് അടുത്ത കാര്യം പറയാനുള്ളത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഓൺ ബോർഡിങ് പ്രോസസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ വെച്ചെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാനത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയി ഞാൻ അടുത്ത ദിവസം വരാം. ബൈ ഗൈസ്.